സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്ക്, ജോസ്കോ ജുവലേഴ്സ്, Penco Marbles and Granites, Jose Lucas. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ പച്ചക്കറിക്ക് കൊള്ളവില. ഓണനാളുകളിൽ വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തം. ചേലക്കരയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു. പഴയന്നൂർ സ്വദേശികളായ കൃഷ്ണദാസ്, ഗണേഷ് എന്നിവരാണ് മരിച്ചത്. തൃശൂർ നഗരത്തിലെ ന്യൂജൻ വസ്ത്രവിൽപ്പന കട കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. കടയുടമ പെരിങ്ങോട്ടുകര സ്വദേശി ബിമൽ അറസ്റ്റിൽ. പ്രശസ്ത ചലച്ചിത്ര നടൻ പറവൂർ ഭരതൻ അന്തരിച്ചു. വിട പറഞ്ഞത് മലയാള ചലച്ചിത്ര ലോകത്തെ മികച്ച ഹാസ്യ സ്വഭാവ നടൻ. ഓണാഘോഷ പരിപാടികൾക്ക് നാടെങ്ങും തുടക്കമായി. നാലോണനാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് കൊടിയേറി. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളുമായി. ജില്ലയിൽ പച്ചക്കറിക്ക് കൊള്ളലാഭമെടുക്കുന്നു. വില ഇനിയും ഉയർന്നേക്കും. ഓണനാളുകളിൽ വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂരിൽ നിന്ന് 65 കിലോമീറ്റർ മാത്രം അകലെയുള്ള കൊടുവായൂരിലെ പച്ചക്കറി മാർക്കറ്റിനെ കുറിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ പലയിടത്തേക്കും ഇവിടെ നിന്ന് പച്ചക്കറി എത്തുന്നുണ്ട്. പക്ഷേ കൊടുവായൂർ മാർക്കറ്റിലെയും തൃശൂരിലെയും വിലയിലെ അന്തരം അതിശയിപ്പിക്കുന്നതാണ്. പല ഇനങ്ങൾക്കും 3-4 ഇരട്ടി വില. കൊടുവായൂരിൽ 1 കിലോ കുമ്പളത്തിന് വില 7 രൂപ, തൃശൂരിലെ വില 24. കിലോയ്ക്ക് 8 രൂപയുള്ള തക്കാളിക്ക് തൃശൂരിലെത്തുമ്പോൾ 26 രൂപ. ഇനി മറ്റു പച്ചക്കറികളുടെ ഒരു താരതമ്യം കാണാം. കാരറ്റ് കൊടുവായൂരിൽ 28 രൂപ, തൃശൂരിലെത്തുമ്പോൾ 40. പയർ 13, തൃശൂരിൽ 24. കാബേജ് 10 രൂപ, തൃശൂരിൽ 24. ഉരുളക്കിഴങ്ങ് കൊടുവായൂരിൽ 14 രൂപ, തൃശൂരിൽ 30. ബീട്രൂട്ട് 10 രൂപ, തൃശൂരിലെത്തുമ്പോൾ 28 രൂപ. അമര 15 രൂപ, തൃശൂരിൽ 28. മത്തൻ കിലോവിന് 8 രൂപ, തൃശൂരിലെത്തുമ്പോൾ 16 രൂപ. കൊടുവായൂരിൽ 1 കിലോ വഴുതനങ്ങയ്ക്ക് കിലോയ്ക്ക് 10 രൂപ, തൃശൂരിൽ 35. സബോള 46 രൂപ, തൃശൂരിൽ 68. ഇങ്ങനെ പോകുന്നു വില നിലവാരം. കൊടുവായൂരിൽ 1 കിലോ വെണ്ടയ്ക്ക ഇപ്പോൾ 6 രൂപയ്ക്ക് കിട്ടും. കൊടുവായൂരിലേക്ക് പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. 65 കിലോമീറ്റർ വ്യത്യാസത്തിൽ തൃശൂരിലെത്തുമ്പോൾ മാത്രം വില കുതിച്ചു കയറുന്നു. സബോളയുടെ വില കിലോയ്ക്ക് 68 നിൽക്കുകയാണ്. കൊടുവായൂർ ചന്തയിൽ 100 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയാൽ ചാക്കിൽ കൊണ്ടുവരാം. തൃശൂരിലാണെങ്കിൽ ഇതിന് ഒരു ചെറിയ കവർ മതിയാകും. ഓണനാളുകളിൽ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടും. ഈ സമയത്ത് കനത്ത വിലയിടാക്കി സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയാണ്. വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. പക്ഷേ സർക്കാരിന്റെ ഇടപെടൽ പ്രഖ്യാപനത്തിലൊതുങ്ങുമ്പോൾ പച്ചക്കറിയും സാധാരണക്കാരനെ ആഡംബരമായി മാറുന്നു. TCV തൃശൂർ. ചേലക്കര സൂപ്പിപ്പടിയിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. പഴയന്നൂർ കല്ലേപ്പാടം ഹരി നിവാസിൽ ഹരിയുടെ മകൻ 19 വയസ്സുള്ള കൃഷ്ണദാസ്, തെക്കേത്തറ വേട്ടക്കാരൻകാവ് വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൻ 19 വയസ്സുള്ള ഗണേഷ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോലഴി ചിന്മയ കോളേജിലെ BCom വിദ്യാർത്ഥികളാണ്. പഴയന്നൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ വീതി കുറഞ്ഞ ഭാഗത്താണ് അപകടമുണ്ടായത്. റോഡിൽ വളവുകളോ കുഴികളോ ഇല്ല. ബൈക്ക് ഓടിച്ചിരുന്ന ഗണേശൻ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണു. പിറകിലിരുന്ന കൃഷ്ണദാസിനെയും ബൈക്കിനെയും 5 മീറ്റർ ദൂരത്തേക്ക് വലിച്ചുകൊണ്ടാണ് ബസ് നിന്നത്. ബസ് ജീവനക്കാർ അപകടം നടന്ന ഉടനെ ഇറങ്ങിയോടി. ഗണേഷിനെയും കൃഷ്ണദാസിനെയും ഉടനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്ന ഇവർ ഓണാഘോഷത്തിന്റെ ഭാഗമായി ബൈക്കുമായി കോളേജിലേക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ നഗരത്തിലെ ന്യൂജൻ വസ്ത്രവിൽപ്പന കട കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമയെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ബിമലാണ്
പിടിയിലായത്. ബിനി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ലാബാം ബാ ന്യൂജൻ വസ്ത്രവിൽപ്പന കട കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പന പോലീസ് കണ്ടെത്തിയത്. കടയിൽ കഞ്ചാവ് തേടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എത്തുന്നതായി ഷാഡോ പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കടയിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. വസ്ത്രങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കടയിലിരുന്ന് കഞ്ചാവ് വലിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു. പ്രശസ്ത ചലച്ചിത്ര നടൻ പറവൂർ ഭരതൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 5:30 പറവൂരിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 വീട്ടുവളപ്പിൽ നടക്കും. നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച ഭരതൻ 500ഓളം സിനിമകളിലും അഭിനയിച്ചു. 1951 പുറത്തിറങ്ങിയ രക്തബന്ധമായിരുന്നു ആദ്യ സിനിമ. 2004 ബഹദൂർ അവാർഡ് നേടിയിട്ടുണ്ട്. 2009 പുറത്തിറങ്ങിയ ചങ്ങാതിക്കൂട്ടമാണ് അവസാനമായി അഭിനയിച്ച ചിത്രം. ഭക്തകുചേല, കടത്തുകാരൻ, വിപ്ലവകാരി, പൊന്മിട്ടയിടുന്ന താറാവ്, മഴവിൽ കാവടി, ആനയ്ക്കൊരുമ്മ, ഇൻ ഹരിഹർ നഗർ, ഞാൻ എന്നിവ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. 1929 നോർത്ത് പറവൂരിലെ വാവക്കാടിൽ വടക്കേക്കരയിൽ കൊച്ചണ്ണൻ കോരൻ ഊർമിളക്കുട്ടി ദമ്പതികളുടെ മകനായി ജനിച്ച ഭരതൻ 1940 പുഷ്പിത എന്ന നാടക ട്രൂപ്പിലൂടെയാണ് നാടകാഭിനയം ആരംഭിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ സ്വഭാവ നടനായും ഹാസ്യ വില്ലൻ വേഷങ്ങളിലൂടെയും തനതായ അഭിനയ ശൈലി കാഴ്ചവെച്ച ഭരതൻ ചലച്ചിത്ര ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഭരതൻ അഭിനയിച്ച ചെമ്മീൻ സിനിമ പുറത്തിറങ്ങി 50 വർഷം തികയുന്ന ദിവസത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നതും യാദൃച്ഛികമായി. നാലോണനാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് കൊടിയേറി. പുലിക്കൊട്ടിന്റെ താളത്തിനൊപ്പം കോർപ്പറേഷന് മുൻപിൽ മേയർ രാജൻ ജെ പല്ലൻ കൊടിയേറ്റം നിർവഹിച്ചു. നടുവിലാലിൽ നടത്താറുള്ള പുലിക്കളിയുടെ കൊടിയേറ്റം ഇത്തവണ കോർപ്പറേഷന് മുന്നിലാണ് നടത്തിയത്. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, പുലിക്കളി കൺവീനർ CS ശ്രീനിവാസൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗിരീഷ് കുമാർ, കൌൺസിലർമാരായ പുല്ലാട്ട് സരളാദേവി, സുബി ബാബു, അന്നം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മാസം 31 പുലിക്കളി. ഇത്തവണ 8 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. മേയറും സംഘവും ചെണ്ടയിൽ പുലിത്താളമിട്ടു. ഒപ്പം ചുവടുവെച്ച് ചാത്തുണ്ണി പുലിയും. തൃശൂരിന്റെ സ്വന്തം പുലിക്കളിയുടെ കൊടിയേറ്റം ആവേശം നിറഞ്ഞതായി മാറി. പുലിക്കൊട്ടും പനന്തേങ്ങയും എന്ന പുലിത്താളം വാദ്യസംഘം കൊട്ടിത്തുടങ്ങിയപ്പോൾ മേയർ രാജൻ ജെ പല്ലനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗിരീഷ് കുമാറിനും വെറുതെ ഇരിക്കാനായില്ല. ഇവരും തോളിൽ ചെണ്ടയിട്ട് വാദിക്കാർക്കൊപ്പം കൊട്ടിക്കയറി. ചെണ്ടയുടെ താളം ലഹരിയായി പടരാൻ തുടങ്ങിയതോടെ ആവേശം അടക്കാനാകാതെ കാരണവർ പുലി ചാത്തുണ്ണിയും പുലിക്കൊട്ടിലമർന്ന് ചൂടുകൾ വച്ചു. നഗരപിതാവിന്റെ പുലിക്കൊട്ടിലും ചാത്തുണ്ണിപ്പുലിയുടെ പുലിക്കളിയിലും ഹരം പൂണ്ട പുലിക്കളിയാഘോഷ കൺവീനർ CS ശ്രീനിവാസനും ചെണ്ടയെടുത്തതോടെ പിന്നെ പുലിക്കളിയുടെ വരവറിയിച്ച് നടന്ന കൊടിയേറ്റം പുലിയാവേശം പാരമ്യത്തിലെത്തിച്ചു. മേയറും സംഘത്തിന്റെയും പുലിത്താളത്തിനൊപ്പം ആവേശ ചൂടുകൾ തീർത്ത് ഒപ്പം കൂടിയവരും നിറഞ്ഞാടി. ഇത്തവണ 8 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. നാലോണനാളിൽ ചെണ്ടയുടെ താളത്തിനൊത്ത് അരമണി കുലുക്കി കുടവയർ കുലുക്കി പുതുമകളുമായി പൂരനഗരിയിൽ വിസ്മയ ചൂടുകൾ തീർക്കുന്നതിനായി പുലിമടകളിൽ പുലിയൊരുക്കങ്ങൾ തകൃതിയിലാണ്. TCV ന്യൂസ്, തൃശൂർ. രണ്ടോണനാളിൽ കണ്ടശാങ്കടവ് കനോലി കനാലിൽ അരങ്ങേറുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി ജലോത്സവത്തിന് കൊടിയേറി. PA മാധവൻ MLA ബോട്ട് ജെട്ടി പരിസരത്ത് കൊടിയേറ്റ് നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് സെന്ററിൽ നിന്ന് അത്തം ഘോഷയാത്ര നടന്നു. ഇനിയുള്ള ഓണനാളുകളിൽ വിവിധ ആഘോഷ പരിപാടികൾ ജലോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അത്തം ഘോഷയാത്രയോടെ കണ്ടശാംകടവ് ജലോത്സവ നഗരിയിൽ സാംസ്കാരിക ഉത്സവത്തിന് തുടക്കമായി. കാരമുക്കിൽ നിന്ന് ആരംഭിച്ച അത്തം ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ജലോത്സവ സംഘാടക സമിതി ചെയർമാൻ KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കൈകൊട്ടിക്കളിയും കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. നാലോണനാളിൽ അരങ്ങേറുന്ന പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന പൂങ്കുന്നം ദേശത്തിന്റെ കൊടിയേറ്റം പൂങ്കുന്നത്ത് നടന്നു.
പൂങ്കുന്നം സെന്ററിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി കൺവീനർ PS ചന്ദ്രൻ കൊടിയേറ്റം നിർവഹിച്ചു. ഭാരവാഹികളായ ശങ്കരനാരായണൻ, ആൻഡ്രൂസ്, രാജു ജെയ്മി എന്നിവർ പങ്കെടുത്തു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഇത്തവണയും കൂറ്റൻ അത്തപ്പൂക്കളം ഒരുങ്ങി. തൃശൂർ തെക്കേ ഗോപുരനട സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പതിവ് പോലെ അത്തപ്പൂക്കളം തീർത്തത്. 50 അടി വലിപ്പത്തിലുള്ള പൂക്കളം കൂട്ടായ്മയിലെ 150ഓളം പ്രവർത്തകരാണ് ഒരുക്കിയത്. 2000 കിലോ പൂക്കൾ ഇതിനായി ഉപയോഗിച്ചു. അത്തം പിറന്നതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഒരുക്കി തുടങ്ങി. ഓണം വരെ ഇനി ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം തീർക്കും. വർഷങ്ങളായി ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം തയ്യാറാക്കുന്നത്. കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ ഓരോ ദിവസവും വ്യത്യസ്ത വലുപ്പത്തിലും വർണ്ണങ്ങളിലുമായാണ് പൂക്കളം ഒരുക്കുക. തൃശൂർ ശക്തൻ നഗർ മാൾ ഓഫ് ജോയിൽ പൊന്നോണ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ജോളി സിൽക്സ്, ജോയാലുക്കാസ്, മാൾ ഓഫ് ജോയ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ ജില്ലയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ 1ാം സമ്മാനം നേടുന്ന ടീമിന് 10,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 6,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 4,000 രൂപയുമാണ് സമ്മാനം. അപകടത്തിൽ പരിക്കേറ്റ് മരിച്ച ചേലൂർ സ്വദേശി ആദിത്യന്റെ മൃതദേഹം സംസ്കരിച്ചു. അവയവദാനത്തിനു ശേഷം മൃതദേഹം ഇന്നലെ രാത്രിയിലാണ് നാട്ടിലെത്തിച്ചത്. തുടർന്ന് ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ആദിത്യന്റെ വിദ്യാലയമായ ഡോൺ ബോസ്കോ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച ശേഷം സ്കൂളിന് സമീപമുള്ള ദേവാലയത്തിലും പൊതുദർശനത്തിന് വച്ചു. ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആദിത്യന്റെ അവയവങ്ങൾ ദാനം ചെയ്തിരുന്നു. ദേവാലയത്തിൽ നടന്ന കർമ്മങ്ങൾക്ക് ഫാദർ വർഗീസ് ഇടത്തുച്ചിറ, തോമസ് പൂവാനിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ചേലൂരിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം വൈകിട്ട് 5 മണിയോടെയാണ് സംസ്കരിച്ചത്. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി മനോരമയിലെ സന്തോഷ് ജോൺ തൂവലിനെയും സെക്രട്ടറിയായി മാധ്യമത്തിലെ KC അനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി വീക്ഷണത്തിലെ MV വിനീതയെയും, ജോയിന്റ് സെക്രട്ടറിയായി ജീവൻ TVയിലെ ബിനോയ് ജോർജിനെയും, ട്രഷററായി ജയ്ഹിന്ദിലെ രഞ്ജിത്ത് M നായരെയും തിരഞ്ഞെടുത്തു. നിർവാഹക സമിതി അംഗങ്ങളായി TCV സീനിയർ റിപ്പോർട്ടർ ഫിന്നി ലൂയിസിനെയും, കേരള വിഷനിലെ അനീഷ് ആന്റണിയെയും, ഏഷ്യനെറ്റ് ന്യൂസിലെ സോളമൻ റാഫേലിനെയും, മെട്രോ വാർത്തയിലെ ജീമോൻ K പോളിനെയും തെരഞ്ഞെടുത്തു. വധശ്രമ കേസിൽ 5 പ്രതികളെ 5 വർഷവും 9 മാസം തടവിനും 3 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചു. അഗതിയൂർ സ്വദേശികളായ കൊള്ളൻപറമ്പിൽ ഹരിദാസൻ, സഹോദരന്മാരായ സന്തോഷ്, സജീവൻ, സജീഷ്, കിടങ്ങൻ വീട്ടിൽ ജിനേഷ് എന്നിവരെയാണ് 5 വർഷവും 9 മാസ തടവിനും 3 ലക്ഷം രൂപ പിഴയടയ്ക്കാനും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കാനും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി N ശേഷാദ്രിനാഥൻ ശിക്ഷിച്ചത്. അഗതിയൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് പിരിവ് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ അഗതിയൂർ സ്വദേശി താമരശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ വീട് കയറി ആക്രമിച്ച കേസിലാണ് പ്രതികളെ ശിക്ഷിച്ചത്. പിഴസംഖ്യയിൽ നിന്ന് 2.5 ലക്ഷം രൂപ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പുരുഷോത്തമന് നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പയസ് മാത്യു, അഡ്വക്കേറ്റ് സുധീഷ് മേനോൻ എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ റൗണ്ടപ്പ് തുടരുന്നു. ഓണക്കാലം പകരുന്ന കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും മിഴിതുറക്കുന്ന TCVയുടെ ഓണവിശേഷങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇനി ഓണവിശേഷങ്ങൾ. ഓണവിപണിയിൽ കുത്താമ്പുള്ളിക്കും ചെങ്ങാലിക്കോടനും രാജകീയ പെരുമ. ഭൗമസൂചിക പദവി എന്ന പ്രൗഢിയുമായാണ് ഇവ രണ്ടും ഓണത്തിന് ഒരുങ്ങുന്നത്. പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന ചെങ്ങാലിക്കോടനും കുത്താമ്പുള്ളിയും തൃശൂരിന്റെ അഭിമാനമാണ്. കാഴ്ചയിലും രുചിയിലും മുമ്പനായ ചെങ്ങാലിക്കോടൻ യന്ത്രക്കൊലയുടെയും ഗുണത്തിലും മികവിലും മുമ്പിലുള്ള കുത്താമ്പുള്ളി കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും പെരുമ പണ്ടേ കടലേഴും കടന്നിട്ടുള്ളതാണ്. ഭൗമസൂചിക പദവി കൂടി ലഭിച്ചതോടെ ഇവ രണ്ടിന്റെയും പ്രൗഢിയേറി.
കുത്താമ്പുള്ളി ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ചെങ്ങാലിക്കോടന് പദവി കിട്ടുന്നത് ഈ വർഷം ആദ്യമാണ്. കൊച്ചി രാജകുടുംബത്തിലുള്ളവർക്ക് വസ്ത്രങ്ങൾ നെയ്യാൻ 500 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന ദേവാംഗ സമുദായത്തിലുള്ളവരുടെ പിന്മുറക്കാരാണ് കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാർ. പ്രൗഢിക്കൊപ്പം ഗുണമേന്മയും ഒത്തുചേരുമ്പോൾ കുത്താമ്പുള്ളി കസവിനെ തിളക്കമേറുന്നു. പുത്തൻ സാങ്കേതികവിദ്യയും ഡിസൈനുകളുമായി വിപണിയിൽ കുത്താമ്പുള്ളിയുടെ ഡിമാൻഡ് കൂടുകയാണ്. ആനക്കൊമ്പിന്റെ ചന്തവും തേനിന്റെ മാധുര്യവുമുള്ള ചെങ്ങാലിക്കോടനും പറയാനുണ്ട് പാരമ്പര്യത്തിന്റെയും പ്രൗഢിയുടെയും ചരിത്രരേഖകൾ. കൊച്ചി രാജാക്കന്മാരെ പിന്തുണച്ചിരുന്ന ഇടപ്രഭുക്കളായ ചെങ്ങഴിക്കോടൻ നമ്പ്യാന്മാർ വാണിരുന്ന തലപ്പിള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടന്റെ പിറവി. പ്രത്യേക പരിരക്ഷയോടെ നട്ടുവളർത്തുന്ന സ്വർണ്ണ നിറമുള്ള ഈ കുലകളുടെ ഭംഗിയും രുചിയും ഒന്ന് വേറെ തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിലടക്കം കാഴ്ചക്കുലകളായി എത്തുന്നത് ചെങ്ങാലിക്കോടനാണ്. ചന്തം മുഴുവനും തികഞ്ഞ ചെങ്ങാലിക്കോടൻ കുലകൾക്ക് വിലയിടാറില്ല, മോഹവില നൽകേണ്ടി വരും. ഒരു കൊമ്പന്റെ തലപ്പൊക്കത്തോടെയാണ് ചെങ്ങാലിക്കോടൻ കുലകളും കുത്താമ്പുള്ളി വസ്ത്രങ്ങളും ഓണത്തിനൊരുങ്ങിയിരിക്കുന്നത്. ഭൗമസൂചിക പദവിയുടെ തിളക്കത്തോടെ. TCV തൃശൂർ. പരീക്ഷണ കൃഷിയിലൂടെ ശ്രദ്ധേയനായ മാള സ്വദേശി ജോസഫ് പള്ളൻ പച്ചക്കറി കൃഷിക്കൊപ്പം പൂക്കൃഷി കൂടി നടത്തി വിജയഗാഥ രചിക്കുകയാണ്. പച്ചക്കറി കർഷകനായ ജോസഫ് പള്ളന്റെ ഹരിതാപമായ കൃഷിയിടത്തിൽ നിന്ന് ഈ തവണ പൂവിളിയുയരുകയാണ്. ഓണത്തിനുള്ള പൂവും പച്ചക്കറിയും എന്ന പദ്ധതി സ്വയം ആവിഷ്കരിച്ചാണ് ജണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പച്ചക്കറി വിളകൾക്കൊപ്പം കീടനിയന്ത്രണത്തിനായി ജണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. അത്തരം കൃഷിയിലൂടെ ജോസഫ് പള്ളന്റെ കൃഷിയിടത്തിലെ ജോലിക്കാർക്ക് ഓണത്തിനുള്ള പൂ ലഭിച്ചിരുന്നു. തുടർന്നാണ് ഇത്തവണ വ്യാപകമായി പൂകൃഷി ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ നിറത്തിലുള്ള ജണ്ടുമല്ലി തൈകളാണ് ജോസഫ് നട്ടത്. തൈ നട്ട് 60-ാം ദിവസം വിളവെടുക്കാവുന്ന തരത്തിൽ ജോസഫ് പള്ളന്റെ കൃഷിയിടം പൂപ്പാടമായി മാറിയിരിക്കുകയാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 100 പൂക്കൾ ഓണത്തിനെടുക്കാവുന്ന നിലയിലാണ് വിരിഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം നേടാനാകുന്ന കൃഷിയാണ് പൂകൃഷിയെന്ന് ജോസഫ് പള്ളൻ അഭിപ്രായപ്പെടുന്നു. ഓണത്തിന് പൂവും പച്ചക്കറിയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൂ നട്ടിരിക്കുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ 1000 ചെട്ടിമല്ലിയാണ് നട്ടത്. വളരെ വിജയമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ചെടിയിൽ നിന്നും 100 പൂവ് ഇപ്പോൾ തന്നെ ഒരു ചെടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലും കൂടുതൽ ഇനി അടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും അടുത്ത വർഷങ്ങളിലും ഇത് വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പൂകൃഷിക്ക് നല്ല തൈകൾ സംസ്ഥാനത്ത് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നത്. മാള പഞ്ചായത്തിൽ വടമയിലെ 20 ഏക്കർ കൃഷിസ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് പൂകൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഓണത്തിനു വേണ്ടി കൃഷി ചെയ്തതാണെങ്കിലും അത്തം മുതലാണ് വിളവെടുപ്പ്. കാർഷിക മേഖലയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്ത ജോസഫ് ഇത്തവണ പച്ചക്കറികൾക്കൊപ്പം പൂകൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ്. ഓണാഘോഷം കൊഴുപ്പിക്കുന്നതിനായി തൃശൂർ നഗരത്തിൽ പൂവിപണി സജീവമായി. മലയാളിക്ക് പൂക്കളമൊരുക്കാൻ അന്യസംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന പൂക്കളാണ് വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓണക്കാലം എത്തിയതോടെ വടക്കുന്നാഥ ക്ഷേത്രം കിഴക്കേ നടയിലിപ്പോൾ പൂക്കളുടെ വർണ്ണപ്പൊലിമയാണ്. തുമ്പയും ചെമ്പരത്തിയും തെച്ചിയും മുക്കുറ്റിയും മന്ദാരവുമെല്ലാം തൊടികളിൽ അപൂർവമായതോടെ മലയാളിക്ക് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കണമെങ്കിൽ അന്യസംസ്ഥാന പൂക്കളെ ആശ്രയിക്കണം. ഓണത്തിന്റെ മഹത്വം തേടി മലയാളികൾ വീട്ടുമുറ്റങ്ങളിലും മറ്റും നിറപ്പൊലിമ വിടർത്തുന്ന പൂക്കളം തീർക്കുമ്പോൾ പൂക്കച്ചവടക്കാർക്ക് ഇത് ചാകരകാലമാണ്. പൂക്കൾക്ക് വൻവില നൽകിയാലും ശരി, പൂക്കളങ്ങൾക്ക് നിറച്ചാർത്തേകുന്നതിനുള്ള തിരക്കിലാണ് മലയാളികൾ. ഓണത്തിന്റെ തനിമയും പൊലിമയും തേടി ചതുരത്തിലും വൃത്തത്തിലും ത്രികോണത്തിലുമെല്ലാം വർണ്ണപ്പൂക്കളങ്ങൾ തീർക്കുമ്പോൾ അന്യസംസ്ഥാന പൂക്കളാണ് ഇവയിൽ ഇടം പിടിക്കുക. ഡിണ്ടിക്കൽ, കർണാടക, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, മൈസൂർ, സത്യമംഗലം എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ തൃശ്ശൂരിലെത്തുന്നത്. കിറ്റിന് 50 രൂപയുണ്ട്, 100 രൂപയുണ്ട്, എല്ലാതരം പൂക്കൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മത്സ്യങ്ങൾ എടുക്കുമ്പോൾ ഡാലിയ, ഡബിൾ റോസുകൾ, പിന്നെ ജാമന്തി, പുതിയ പുതിയ ഐറ്റങ്ങൾ ഇറക്കും. ഇത്തവണ 5 പൂക്കൾ വീതമുള്ള ഒരു കിറ്റ് ലഭിക്കണമെങ്കിൽ 50 രൂപയും 10ഓളം പൂക്കളടങ്ങിയ ഒരു കിറ്റിന് 100 രൂപയും വില വരുന്നുണ്ട്. 1 കിലോ ജമന്തിക്ക് 250 രൂപയിലധികമാണ് വില. കൂടാതെ ചെണ്ടുമല്ലി നിറഭേദങ്ങൾക്കനുസരിച്ച് 50 മുതൽ 100 രൂപ വരെയും, അരളി 150, വാടാർമല്ലി 120, റോസ് 250 മുതൽ 350 രൂപ വരെയും തുടങ്ങി ഇങ്ങനെ നീളുന്നു പൂവില. നിറച്ചാർത്തേകുന്ന പൂക്കളും കച്ചവടത്തിന്റെ ആവേശവും നിറച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഇത്തവണയും പൂക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഓണം അടുക്കുംതോറും പൂവിന്റെ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത.
ഓണക്കാലം കഴിയുന്നതുവരെ ഇനി തേക്കിൻകാട് മൈതാനിയിൽ പൂക്കാലമാണ്. ഈ വർണ്ണപ്പൂക്കൾ വീട്ടുമുറ്റങ്ങളിലെയും ഓണാഘോഷങ്ങളിലെയും പൂക്കളങ്ങളിൽ നിറപ്പൊലിമയും സൗരഭ്യവും വിടർത്തും. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അച്ചടക്ക നടപടിക്ക് വിധേയരായ ബാബു M പാലിശ്ശേരിയെയും സഹോദരൻ ബാലാജി M പാലിശ്ശേരിയെയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി. ഏരിയ കമ്മിറ്റി ഓഫീസായ TK കൃഷ്ണസ്മാരക മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK ബിജു MP, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി എന്നിവരാണ് അച്ചടക്ക നടപടി റിപ്പോർട്ട് ചെയ്യാനെത്തിയത്. പരാതി നൽകിയവർക്കെതിരെയും പരാതിക്ക് കാരണമായവർക്കെതിരെയും ഒരേ തരത്തിലുള്ള നടപടി ഉണ്ടെന്ന തീരുമാനത്തിനെതിരെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ രൂക്ഷ വിമർശനം നടത്തി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം ബാബു M പാലിശ്ശേരിയിൽ നിന്നും ബാലാജിയിൽ നിന്നും മാറ്റി നൽകാനും യോഗം തീരുമാനിച്ചു. പുതിയ സാഹചര്യത്തിൽ PK ബിജു MPക്ക് തിരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. ഗുരുവായൂരിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അനാശാസ്യം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന മധ്യവയസ്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശിനി ആനി രാജേന്ദ്രനെയാണ് ഗുരുവായൂർ ടെമ്പിൾ CI MU ബാലകൃഷ്ണനും സംഘവും അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന കടയുടമയെ കൊടുങ്ങല്ലൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മേത്തല വലയമ്പലത്ത് കൂൾ ഡ്രിങ്ക്സ് കട നടത്തുന്ന പറൂപ്പനയ്ക്കൽ നാസറാണ് അറസ്റ്റിലായത്. 130 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. 35 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് പാൻ മസാല ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ജില്ലാ വനിതാ സഹകരണ സംഘത്തിന്റെ ജൈവ പച്ചക്കറി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നടന്നു. അയ്യന്തോൾ കാഞ്ഞാണി ചുങ്കം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓണച്ചന്ത അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വൈസ് ചെയർമാൻ CN ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദിന് നൽകി നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ CB ഗിരിജൻ, കോർപ്പറേഷൻ കൌൺസിലർ ഫ്രാൻസിസ് തേരാട്ടിൽ, ജില്ലാ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് CB ഗീത, ബോർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ജൈവ പച്ചക്കറികൾ ഏറ്റവും മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത്. പച്ചക്കറികൾക്ക് പുറമെ ജൈവ അരി, വീടുകളിൽ ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ കായ വറുത്തത്, ശർക്കര ഉപ്പേരി, പുളിയിഞ്ചി, നാരങ്ങ കറി, കാളൻ മുതലായവയും ഓണച്ചന്തയിൽ ലഭ്യമാണ്. കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് പാലട, പരിപ്പ്, പഴം പ്രഥമനുകളും ലഭിക്കും. അത്തം മുതൽ ഉത്രാടം വരെ രാവിലെ 9:30 മുതൽ രാത്രി 7 വരെയാണ് ഓണച്ചന്ത. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723830000. ഗണേശോത്സവത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഘോഷയാത്ര നടന്നു. ഗണേശോത്സവ സംയുക്ത ഘോഷയാത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വരാജ് റൌണ്ടിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കുന്നംകുളം നഗരത്തിൽ മലമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾ തുടങ്ങി. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും നഗരസഭ, താലൂക്ക് ആശുപത്രി എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് താജ് പോൾ പനക്കൽ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെ പ്രമുഖ വ്യാപാര സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് പനി ബാധിച്ച് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. പരിശോധനയിൽ മലമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. നഗരത്തിലെ മാലിന്യങ്ങളും കച്ചവട സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങളും അടിയന്തരമായി ശുചിയാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ യോഗം തീരുമാനിച്ചു. വിവിധ ഭാഗങ്ങളിലെ ഡോക്ടർമാരും പോലീസ്, ഫയർഫോഴ്സ്, കൃഷി ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. മലേറിയ കൊതുകിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ ഫോഗിംഗ് നടത്തി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ പുതിയതായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സമർപ്പണം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA നിർവഹിച്ചു. മേയർ രാജൻ ജെ പല്ലൻ, കൌൺസിൽ വിനോദ് പൊള്ളാഞ്ചേരി, KSRTC സോണൽ ഓഫീസർ KP വിൻസെന്റ്, ടൗൺ CI KK സജീവ്, ഈസ്റ്റ് SI C ലാൽകുമാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. വരന്തരപ്പിള്ളിയിൽ തിരനിറച്ച തോക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നായാട്ടിന് ഉപയോഗിക്കുന്ന ഒറ്റക്കുഴൽ നാടൻ തോക്കും 10 പെല്ലറ്റുകളും ചെറിയ കുപ്പിയിൽ വെടിമരുന്നുമാണ് കണ്ടെത്തിയത്. വരന്തരപ്പിള്ളി മധുരക്കറി ജോൺസന്റെ ഉടമസ്ഥതയിലുള്ള കോരനോടിയിലെ പറമ്പിൽ നിന്നാണ് തോക്ക് കിട്ടിയത്.
കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ വിറകെടുക്കാനെത്തിയ നാട്ടുകാരാണ് തോക്ക് കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി തോക്ക് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ അശ്ലീല സീഡികൾ വിൽപ്പന നടത്തിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ LP സ്ക്വാഡ് പിടികൂടി. വേലൂർ ചുങ്കം സ്വദേശി താഴത്തെ വീട്ടിൽ സഞ്ജുവാണ് അറസ്റ്റിലായത്. CPO സാജ്, വിനു കുര്യാക്കോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. വെള്ളിക്കുളങ്ങര മുട്ടത്തുകുളങ്ങര വനത്തിനുള്ളിൽ നിന്ന് ചന്ദന മരങ്ങൾ മുറിക്കുന്നതിനിടെ 2 പേർ വനപാലകരുടെ പിടിയിലായി. വെള്ളിക്കുളങ്ങര മാവിൻചുവട് സ്വദേശി വീരപ്പൻ ജോയ് എന്ന് വിളിക്കുന്ന പുതുശ്ശേരി വീട്ടിൽ ജോയ്, വെള്ളിക്കുളങ്ങര പുത്തനോളി പൊലിയടത്ത് കാർത്തികേയൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പകൽ വനപ്രദേശത്ത് നിരീക്ഷണത്തിന് പോയ വനപാലകരാണ് ചന്ദന മോഷണ സംഘത്തെ കണ്ടത്. വനാതിർത്തിയിൽ നിന്ന് 200 മീറ്റർ അകലെ നിന്നിരുന്ന ചന്ദനമരങ്ങളാണ് മുറിച്ചത്. ഓണത്തിന് വൈരക്കൽ തൊഴിലാളികൾക്ക് 3500 രൂപ ബോണസ് നൽകാൻ തീരുമാനമായി. ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ബോണസ് തുക തീരുമാനിച്ചത്. വൈരക്കൽ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി CA അജിതൻ, AT ജോസ്, VR ബാബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫറും സമൂഹവും എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, കാലടി സംസ്കൃത സർവകലാശാല നാടക വിഭാഗം മേധാവി കലാമണ്ഡലം കൃഷ്ണകുമാർ, കൌൺസിലർ അഡ്വക്കേറ്റ് നാൻസി അക്കരപ്പറ്റി എന്നിവർ പങ്കെടുത്തു. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പലിശയ്ക്ക് നൽകിയ പണം തിരിച്ചുപിടിക്കാൻ പണം വാങ്ങിയ ആളെ വിളിച്ചുവരുത്തി മർദ്ദിച്ച് കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച സംഭവത്തിൽ പിതാവും 2 മക്കളും അറസ്റ്റിൽ. തെക്കേപ്പുനയൂർ വാക്കയിൽ പയക്കാട്ടു ഉമ്മർ, മക്കളായ ഷഹീർ, ഷഫീഖ് എന്നിവരെയാണ് വടക്കേക്കാട് SI TS റനീഷ്, ചാവക്കാട് CI AJ ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇടപ്പള്ളി സ്വദേശി ഉബായ് ബിസിനസ് ആവശ്യത്തിനായി 25 ലക്ഷം രൂപ ഉമ്മറിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇതിൽ 14 ലക്ഷം കൂടി കൊടുക്കാനുണ്ട്. പണം കിട്ടാത്തതിനെ തുടർന്ന് ഉമ്മർ ഉബൈദിനെ ഫോണിൽ വിളിച്ച് പുന്നിയൂരിലെ തന്റെ വീട്ടിലെത്താൻ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് പുന്നിയൂരിലെത്തിയ ഉബൈദിനെ ഉമ്മറും മക്കളും ചേർന്ന് മർദ്ദിച്ച് ഷാനി അബൂബക്കറിനെ ഏൽപ്പിക്കുകയായിരുന്നു. പണം നൽകിയില്ലെങ്കിൽ ഉബൈദിനെ കൊല്ലുമെന്ന് മകനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അത്രേ. ഇതേ തുടർന്നാണ് മകൻ ആഷിഖ് അലി റേഞ്ച് IGക്ക് പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ശ്മശാനത്തിന് സമീപത്തെ ഷാനിയുടെ സങ്കേതം കണ്ടെത്തിയത്. പോലീസ് എത്തിയതറിഞ്ഞ് കൊട്ടേഷൻ സംഘം ഓടി രക്ഷപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന ഉബൈദിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉമ്മറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചെക്ക് ലീഫുകൾ, സ്റ്റാമ്പ് പേപ്പർ എന്നിവ പിടിച്ചെടുത്തു. യാത്രാക്ലേശം പരിഹരിക്കാൻ തൃശൂർ ജില്ലയ്ക്ക് മെട്രോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജവഹർ ദർശനവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജവഹർ ദർശനവേദി ചെയർമാൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് KP വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. KPCC വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി, കോർപ്പറേഷൻ കൌൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ, ജവഹർ ദർശനവേദി ഭാരവാഹികളായ T ജോസ് പോൾ, പോൾ ടീം മേനാഞ്ചേരി, അയൂബ്, അഡ്വക്കേറ്റ് CR ജെയ്സൺ, രവി ചിറ്റിലപ്പിള്ളി, ബാബുരാജ്, പ്രിയമോൾ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കൊല്ലപ്പെട്ട ഹനീഫയുടെ വീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശിച്ചു. ഹനീഫയുടെ ഉമ്മയെയും സഹോദരനെയും ഡീൻ കുര്യാക്കോസ് ആശ്വസിപ്പിച്ചു. ഹനീഫ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ആരെയും സംരക്ഷിക്കുന്ന ഒരു പ്രശ്നമില്ല. പോലീസ് അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സത്യസന്ധമായ സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇന്നലെ സന്ദർശിക്കുകയും ആ സ്ഥലം സന്ദർശനത്തിനിടെ, ആ വീട് സന്ദർശനത്തിനിടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു 100% ഇക്കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട് സുതാര്യമാണ്. ആരെയും സംരക്ഷിക്കാൻ ഈ പാർട്ടി കൂട്ടുനിൽക്കില്ല എന്നത് വ്യക്തവുമാണ്. വധക്കേസിൽ CPM ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ്. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് CPMന്റേതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. 1 കിലോ സ്വർണവും മറ്റൊട്ടനവധി സമ്മാനങ്ങളുമായി വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഓണം ആഘോഷഭരിതമാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസമർപ്പിച്ച ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ക്യാമറയും ലാപ്ടോപ്പുകളും വാച്ചുകളുമെല്ലാം മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവോടെയും മികച്ച വിൽപ്പനാന്തര സേവനത്തോടെയുമാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് പ്രമുഖ ബ്രാൻഡുകളുടെ കമ്പനി ഓഫറുകളും വേണൂസിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. വേൾപൂൾ ഹോം അപ്ലയൻസസ് ഓണത്തോടനുബന്ധിച്ച് 8 ആഴ്ചകളിലായി 240 ഉപഭോക്താക്കൾക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി നൽകുന്നത്. സമ്മാന പദ്ധതിയുടെ 5ാമത് നറുക്കെടുപ്പ് കാളത്തോട് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ നടന്നു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ് നറുക്കെടുപ്പ് നിർവഹിച്ചു.
കമ്പനി ഓഫറുകൾ കൂടാതെ ഒട്ടേറെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമാണ് വേണൂസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദ് പറഞ്ഞു. വേൾപൂൾ ഒരുക്കുന്ന സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പാണ് ഇവിടെ നടന്നത്. 5ാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പാണ് നടന്നത്. വേണൂസ് ഡിജിറ്റൽ ആർക്കഡും ഓണമായിട്ട് ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ട്. ബ്രാൻഡഡ് ഐറ്റംസുകൾക്ക് വാങ്ങുമ്പോൾ ബ്രാൻഡഡ് ഐറ്റംസുകൾ തന്നെ തികച്ചും സൗജന്യമായി കൊടുക്കുന്ന ഒരു ഓഫറാണ് വേണൂസ് ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ 1 കിലോ ഗോൾഡ് കോയിനും അതോടൊപ്പം തന്നെ ഒട്ടനവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ കിട്ടാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. 3 വർഷ ഗ്യാരണ്ടിയോടുകൂടി 39 ഇഞ്ച് ഷാർപ്പ് LED TV വാങ്ങുമ്പോൾ ഒരു ആപ്പിൾ ഐഫോൺ സൗജന്യമായി ലഭിക്കും. കൂടാതെ വമ്പൻ ഡിസ്കൗണ്ടുകളും നേടാനുള്ള സുവർണാവസരമാണ് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന്റെ മണ്ണുത്തി, കാളത്തോട്, പാട്ടുരായ്ക്കൽ, വെസ്റ്റ് ഫോർട്ട് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ പ്രമുഖ ബ്രാൻഡ് മൊബൈൽ ഫോണുകളുടെ ഏറ്റവും കുറഞ്ഞ വിലയും ഏറ്റവും മികച്ച സർവീസും വേണൂസിന്റെ മാത്രം പ്രത്യേകതയാണ്. നറുക്കെടുപ്പിലൂടെ 1ാം സമ്മാനമായ 1 കിലോ സ്വർണം കൂടാതെ കാറുകളും ബൈക്കുകളും LED TVകളുമെല്ലാമായി മികച്ച ബ്രാൻഡുകൾ മികച്ച വിൽപ്പനാനന്ദ സേവനത്തോടെ നേടാനുള്ള അവസരമാണ് ഈ ഓണത്തിന് വേണൂസിലുള്ളത്. ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾ കൂടാതെ മൾട്ടി ബ്രാൻഡഡ് മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ ക്യാമറ, ലാപ്ടോപ്പ്, കാർ സ്റ്റീരിയോ, വാച്ചുകൾ, മ്യൂസിക് ഓർഗൻ, കോസ്മെറ്റിക്സ്, ബാഗുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ അതിവിപുലമായ ശ്രേണിയാണ് വേണൂസിലുള്ളത്. ഇനി വാണിജ്യം. നവരശ്മി എന്റർപ്രൈസസിന്റെ 6ാമത് ഷോറൂം ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവും ആധുനിക ഷോപ്പിംഗ് സൗകര്യങ്ങളും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവുമായി അങ്ങാടിത്താഴത്താണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങൾ മോടിക്കൂട്ടാനുള്ള പെയിന്റുകൾ, ഹാർഡ്വെയർ, പ്ലൈവുഡ്, കിച്ചൺ ആക്സസറീസ്, മണിച്ചിത്രത്താഴ് അടക്കമുള്ള പൂട്ടുകൾ തുടങ്ങി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണന രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നവരശ്മി എന്റർപ്രൈസസിന്റെ പുതിയ ഷോറൂമിലും ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 048725533636, 9495221292 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള തൃശൂരിലെ ഫ്രീസ് ലിങ്ക് ഹോം അപ്ലയൻസസിന്റെ പുതിയ സ്ഥാപനം കൊടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളിക്കുളം റോഡിലെ കാവുങ്കൽ ആർക്കേഡിൽ ആരംഭിച്ച ഫ്രീസ് ലിങ്ക് ഹോം അപ്ലയൻസസിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സരയു മോഹൻ നിർവഹിച്ചു. BD ദേവസി MLA ഭദ്രദീപം തെളിയിച്ചു. CK കൊച്ചാപ്പു ആദ്യ വിൽപ്പന നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ്, അംഗം KR സോമൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, കൊടകര മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B വിഷ്ണുദാസ്, പ്രൊപ്പറേറ്റർ ലീന ജോസ്, മാനേജിംഗ് ഡയറക്ടർ ജോസ് അരിമ്പൂർ, ആൻലിൻ ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോകോത്തര ഗുണനിലവാരത്തിലുള്ള ഗൃഹോപകരണങ്ങളുടെ അതിബൃഹത്തായ ശേഖരമാണ് ഫ്രീസ് ലിങ്ക് ഹോം അപ്ലയൻസസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഓഫറുകളും ലഭ്യമാണ്. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഓരോ മണിക്കൂർ ഇടവിട്ട് നറുക്കെടുപ്പ് നടത്തി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8606138884. ഒരു ദശാബ്ദക്കാലമായി ദുബായ്, UAE എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെയർ സ്റ്റൈൽസ് ലേഡീസ് ബ്യൂട്ടി സലൂണിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂങ്കുന്നം പ്രൈംജി റോഡ് ക്ലാസിക് പാർക്ക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹെയർ സ്റ്റൈൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആശ ശരത് നിർവഹിച്ചു. ഹെയർ സ്റ്റൈൽസ് സാരഥിയും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ആഗി സൈമൺ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.hairstyles.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഫോൺ 9061871777. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ജില്ലയിൽ പച്ചക്കറിക്ക് കൊള്ളവില. ഓണനാളുകളിൽ വില നിയന്ത്രണത്തിന് സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തം. ചേലക്കരയിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു.
പഴയന്നൂർ സ്വദേശികളായ കൃഷ്ണദാസ്, ഗണേഷ് എന്നിവരാണ് മരിച്ചത്. തൃശൂർ നഗരത്തിലെ ന്യൂജൻ വസ്ത്രവിൽപ്പന കട കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി. കടയുടമ പെരിങ്ങോട്ടുകര സ്വദേശി ബിമൽ അറസ്റ്റിൽ. പ്രശസ്ത ചലച്ചിത്ര നടൻ പറവൂർ ഭരതൻ അന്തരിച്ചു. വിട പറഞ്ഞത് മലയാള ചലച്ചിത്ര ലോകത്തെ മികച്ച ഹാസ്യ സ്വഭാവ നടൻ. ഓണാഘോഷ പരിപാടികൾക്ക് നാടെങ്ങും തുടക്കം. നാലോണനാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് കൊടിയേറി. തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.